السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد، സഹോദരങ്ങളെ, സൂറത്തു അൽ അഹ്ഖാഫിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇതിനു മുമ്പുള്ള ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. 21-ാമത്തെ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു: വദ്കുർ അഖാ ആദിൻ ഇദ് അൻദറ ഖൗമഹു بالأحقاف وقد خلت النذر من بين يديه ومن خلفه ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم عظيم. വദ്കുർ, ഓ നബിയെ, താങ്കൾ പറയുക, താങ്കൾ സ്മരിക്കുക, അഖാ ആദിൻ, ആദിൻ്റെ സഹോദരനെ, അഥവാ ആദ് സമുദായത്തിലേക്ക് അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട മഹാനായ റസൂൽ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഇദ് അൻദറ ഖൗമഹു, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഖൗമിനെ, തൻ്റെ ജനതയെ താക്കീത് ചെയ്ത സന്ദർഭം ബിൽ അഹ്ഖാഫ്, അഹ്ഖാഫിൽ വെച്ച്. അഹ്ഖാഫ് എന്നത് ആദ് സമുദായം താമസിച്ച പ്രദേശമാണ്. വഖദ് ഖലത്ത്, കഴിഞ്ഞുപോയിട്ടുണ്ട്, അന്നുദുർ, താക്കീതുകാർ. നദീർ എന്ന താക്കീതുകാരൻ എന്നർത്ഥമുള്ള വാക്കിൻ്റെ ബഹുവചനമാണ് നുദുർ. താക്കീതുകാരായ അള്ളാഹുവിൻ്റെ റസൂലുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. മിൻ ബൈനി യദൈഹി, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിലായിക്കൊണ്ടും വമിൻ ഖൽഫിഹി, അവിടുത്തെ പിന്നിലായിക്കൊണ്ടും. അഥവാ ഹൂദ് നബിക്ക് മുൻപും ശേഷവും അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി പുതുതായി ഒരു ആശയം കൊണ്ടുവന്ന നബിയല്ല. ഒരു നബിയും തൻ്റേതായ ഒരാശയം ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ വഹിയായിരുന്നു അവരുടെ എല്ലാം സന്ദേശം. എന്താണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്? അല്ലാ തഅബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, ആരാധിക്കരുത്, ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ഇന്നി അഖാഫു, തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ, അദാബ യൗമിൻ അദീം, ഒരു ദിവസത്തെ അദാബ്, ഒരു ദിവസത്തെ ശിക്ഷയെ. അദീമിൻ, എങ്ങനത്തെ ദിവസമായിരിക്കും അത്? ഭയാനകരമായ ഒരു ദിവസം. ആ ദിവസത്തെ ശിക്ഷ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നു. ഈ സൂറത്തിൻ്റെ പേര് നമുക്കറിയാവുന്നതുപോലെ സൂറത്തു അൽ അഹ്ഖാഫ് എന്നാണ്. ഈ ആയത്തിലെ ബിൽ അഹ്ഖാഫി എന്ന പരാമർശം കൊണ്ടാണ് ഈ സൂറത്തിന് അൽ അഹ്ഖാഫ് എന്ന് പേര് പറയപ്പെടുന്നത്. അൽ അഹ്ഖാഫ് എന്നാൽ ഹുഖുഫ് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. ആദ് സമുദായം താമസിച്ച പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ് അത് സൂചിപ്പിക്കുന്നത്. വലിയ വലിയ മണൽക്കൂനകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ജസീറത്തുൽ അറബിൻ്റെ തെക്കുഭാഗത്തായിരുന്നു ആ നാട്. അതായത് ഇന്നത്തെ സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്ത്, യമനിൻ്റെ ഒക്കെ അടുത്തു വരുന്ന ഭാഗത്താണ് അവരുടെ നാട് ഉണ്ടായിരുന്നത്. അള്ളാഹു പറയുന്നു, വദ്കുർ, ഓ നബിയെ താങ്കൾ സ്മരിക്കുക,
എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നബിയോട് റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളുടെ ചരിത്രം അത് ഓർക്കാനും ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും അള്ളാഹു പറയുന്നത്? കാരണം അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസമുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ, ഓ നബിയെ, താങ്കളെ അവർ നിഷേധിക്കുകയാണെങ്കിൽ താങ്കൾക്ക് മുൻപുള്ള നബിമാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണത്. ഓ നബിയെ, താങ്കൾക്ക് മുൻപുള്ള നബിമാർ അവർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, കളവാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അവർ ഉപദ്രവമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നു മാത്രമല്ല, റസൂൽ അള്ളാഹുവിന്റെ നബിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിമാർ, ഏറ്റവും പരിശുദ്ധമായ ഹൃദയങ്ങളുള്ള അള്ളാഹുവിന്റെ നബിമാരെ പഴയകാലത്തുള്ള നിഷേധികളായ ആളുകൾ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ധാരാളം നബിമാരെ കൊന്നുകളഞ്ഞവരാണ് ബനൂ ഇസ്രായേൽ. അവരുടെ നിഷേധവും അവരുടെ ധിക്കാരവും കാരണത്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശ്വാസമാണ് പഴയകാല നബിമാരുടെ ചരിത്രം. കാരണം നമുക്കറിയാം, നാം അനുഭവിക്കുന്ന പ്രയാസം അത് അനുഭവിച്ച നല്ലവരായ മുൻഗാമികളുണ്ട് എന്നത് അത് നമുക്ക് ആശ്വാസമായിരിക്കും. ഏതൊരാൾക്കും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മുൻപ് പ്രയാസം അനുഭവിച്ചവരുടെ കഥകൾ ആശ്വാസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിക്കുകയും എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ചെല്ലുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ വളരെ വലിയ ബുദ്ധിമതിയായ ശ്രേഷ്ഠയായ ഒരു വനിതയായിരുന്നു. നമ്മുടെ ഉമ്മയായ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജിബ്രീലിനെ കണ്ട പേടിപ്പെടുത്തുന്ന അനുഭവവുമായി വിറച്ചുകൊണ്ട്, തർജുഫു ഫുആദു, അവിടുന്ന് വിറച്ചുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് വരുന്നത്. അവിടുന്ന് പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ചുപോയി. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കല്ലാ ലാ യുഖ്സിക അല്ലാഹു അബദ, ഇല്ല, ഒരിക്കലും അല്ലാഹു താങ്കളെ അപമാനിക്കുകയില്ല. ഇന്നക ലാ തസിലുർ റഹിം വതഹ്മിലുൽ കൽ വതക്സിബുൽ മഅദൂം വതുഈനു അലാ നവാഇബിൽ ഹഖ്, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന, പ്രയാസപ്പെടുന്നവർക്ക് വേറെവിടെയും കാണാൻ കഴിയാത്ത സഹായം താങ്കളുടെ അടുത്ത് കാണാൻ കഴിയുന്ന, വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. അള്ളാഹു താങ്കൾ അപമാനിക്കുകയില്ല. അൽ-ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹയുടെ അഖ്ൽ, അവരുടെ പൂർണ്ണമായ അഖ്ൽ, അവരുടെ ബുദ്ധി ഈ വാക്കുകളിൽ കാണാം. കാരണം എന്താണ് സഹോദരങ്ങളെ അത്? അതായത് നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന, നല്ലത് ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു നല്ലതാണ് പ്രതിഫലം നൽകുക. അയാൾ അള്ളാഹു അപമാനിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നന്മയല്ലാതെ വരുത്തുകയില്ല. അതിൽ സംശയമില്ല. ആ മഹത്തായ പാഠം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പങ്കുവെക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ആശ്വസിപ്പിക്കുകയാണ്. നോക്കൂ, എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ കുടുംബക്കാരനായ വളരെ പ്രായം ചെന്ന വറഖത്ത് ബിൻ നൗഫൽ എന്നു പേരുള്ള ആളുടെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പോയി. അവരുടെ കുടുംബത്തിൽപ്പെട്ട, അടുത്ത പിതാവിന്റെ ബന്ധുക്കളിൽപ്പെട്ട ആളായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം പഴയ കിതാബുകൾ പഠിച്ചിട്ടുള്ള ആളായിരുന്നു. വയസ്സായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ആളായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ അനുഭവം പറഞ്ഞു കൊടുത്തപ്പോൾ പഴയ കിതാബുകൾ പഠിച്ച വറഖത്ത് ബിൻ നൗഫലിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഹാദൻ നാമൂസ് അല്ലദീ ജാഅ മൂസ, താങ്കളുടെ അടുത്ത് വന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ വരാറുണ്ടായിരുന്ന നാമൂസാണ്. നാമൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വകാര്യമായി അള്ളാഹുവിന്റെ വഹ്യുമായി വരുന്ന ആൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ലൈതനി കുൻതു ജദഅ,
ഞാനൊരു യുവാവായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. യലൈതനി കുന്തു ജദഅ, ഞാനൊരു യുവാവായിരുന്നുവെങ്കിൽ താങ്കളുടെ നാട്ടുകാർ താങ്കളെ പുറത്താക്കുന്ന നാളിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലഅൻസുറുക നസ്റൻ മുഅസ്സറ, ഞാൻ താങ്കൾക്ക് വലിയ സഹായം തന്നെ ചെയ്യുമായിരുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അവരെന്നെ പുറത്താക്കുമോ? കാരണം അവിടുത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന അസ്സാദിഖുൽ അമീൻ, ഏറ്റവും വിശ്വസ്തനായ സത്യസന്ധനായ ആൾ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് മക്കക്കാർ. അവിടുന്ന് അതുവരെ ഒരു ബിംബത്തിനും സുജൂദ് ചെയ്തിട്ടില്ല. അവരുടെ ഒരു ഇലാഹിനെയും ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു കേട്ടിട്ടില്ല. ലാത്തയോ ഇസ്സയോ ഒന്നും വിളിച്ചിട്ടില്ല. എന്നിട്ടും അവർക്ക് സ്നേഹമാണ്. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒരാൾ തൗഹീദ് സ്വീകരിച്ചത് കൊണ്ട് മാത്രം ആളുകൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് പറയുക, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് അത് ഒരിക്കലും ശിർക്കിന്റെ ആളുകൾക്ക് സഹിക്കാൻ പറ്റുകയില്ല. വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ വഇദാ ദുക്കിറൽ ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അല്ലാഹു മാത്രം, ഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു, അല്ലാഹുവിനോട് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ഇബാദത്തിന്റെ ഏതേത് ഇനങ്ങളുണ്ടോ അതെല്ലാം റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. ഈ റബ്ബിനോട് മാത്രം, വഹ്ദഹു, അല്ലാഹു ഏകനായ റബ്ബിന് മാത്രം എന്ന വാക്ക് കേട്ടാൽ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ അതാ വെറുപ്പ് അത് വരികയാണ്. വഇദാ ദുക്കിറൽ ലദീന മിൻ ദൂനിഹി, എന്നാൽ അല്ലാഹു അല്ലാത്തവരെ പറയപ്പെട്ടാലോ ഇദാ ഹും യസ്തബ്ശിറൂൻ, അവരതാ സന്തോഷിക്കുന്നു. അള്ളാഹുവിനെ എന്ന് മാത്രം പറയുമ്പോൾ ദേഷ്യം പിടിക്കുക എന്നത് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു, അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുമോ? വറഖ്തു ഇബ്നു നൗഫൽ പറഞ്ഞു, താങ്കൾക്ക് മുമ്പ് താങ്കൾ കൊണ്ടുവന്ന ഈ താങ്കൾ ഏതൊരു ദീനുമായിട്ടാണോ ജനങ്ങളുടെ അടുത്ത് ചെല്ലാൻ പോകുന്നത് അതുമായി ഇതിനു മുമ്പ് ആര് വന്നിട്ടുണ്ടോ? ലം യഅതി റജുലുൻ ബിമിസ്ലി മാ ജിഅത ബിഹി ഇല്ലാ ഊദിയ, ആ വന്നവർക്കെല്ലാം ശത്രുക്കൾ ഉണ്ടാകാതെ പോയിട്ടില്ല. ചില റിവായത്തുകളിൽ കാണാം ഇല്ലാ ഊദിയ, ദ്രോഹിക്കപ്പെടാതിരുന്നിട്ടില്ല. വറഖത്ത് ഇബ്നു നൗഫൽ പറയുകയാണ്, അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അൽ-ഇമാം നസ്റുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ അത് ആ വിഷയത്തിലുള്ള ഹദീസുകൾ അത് സ്വീകാര്യോഗ്യമാണെന്ന് വിലയിരുത്തിയത് കാണാം. നോക്കൂ, ഈ പറഞ്ഞത് പോലെയാണ് നബിമാരുടെ അനുഭവം. അതുകൊണ്ട് ആ നബിമാർ പറഞ്ഞ ദീൻ, ആ നബിമാർ പറഞ്ഞ തൗഹീദ് ഖിയാമത്ത് നാൾ വരെ ആര് പറയുന്നോ അവർക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ നബിമാരുടെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്, മുഅ്മിനുകളെയും സമാധാനിപ്പിക്കുകയാണ്. മുഅ്മിനുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കുകയാണ് ആ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ട്. അതുപോലെ നിഷേധികളായ ആളുകളെ അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞ ഈ മുൻഗാമികളുടെ ചരിത്രം ഇസ്ലാം ദീൻ സത്യമാണ് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. കാരണം ഈ ചരിത്രങ്ങൾ ഒരാൾക്കും നിഷേധിക്കാനാവാത്ത ചരിത്രമാണ്. ആ ചരിത്രം സ്വീകരിക്കൂല്ലെങ്കിൽ ഒരു ചരിത്രവും സ്വീകരിക്കാൻ കഴിയില്ല. അത്രയും കൊടാനുകൂടി മനുഷ്യർ കൈമാറി വന്ന മുതവാത്തിറായി വന്ന വിവരങ്ങളാണത്. ആദ്യ സമുദായത്തിന്റെ, സമൂദ് ഗോത്രത്തിന്റെ ഒക്കെ ചരിത്രം. അത് നിഷേധിക്കുന്നവൻ അവൻ കാണാത്ത രാജ്യങ്ങളൊക്കെ നിഷേധിക്കേണ്ടി വരും, അവൻ കാണാത്ത ആളുകളൊക്കെ നിഷേധിക്കേണ്ടി വരും, ചരിത്ര പുരുഷന്മാരൊക്കെ നിഷേധിക്കേണ്ടി വരും. അത് നീ കണ്ടിട്ടില്ലല്ലോ. അത്രയും വ്യക്തമായ ചരിത്രമാണ്. അതിനേക്കാളൊക്കെ നമ്മൾ പഠിക്കുന്ന ഏതേത് ചരിത്രങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കാലങ്ങളായ ജനങ്ങൾ കൈമാറിയിട്ടുള്ള ചരിത്രമാണ്. അതിലൊക്കെ ഉള്ളതെന്താ? അള്ളാഹു അവന്റെ നബിമാരെ വിശ്വസിച്ച് അവരനുസരിച്ചവരെ രക്ഷപ്പെടുത്തി, അവരുടെ ശത്രുക്കൾ അള്ളാഹു നശിപ്പിച്ചു. വലിയ തെളിവാണത്. ഈ ദീൻ ഹക്കാണ് എന്നതിനുള്ള വലിയ തെളിവാണത്. ആ കാര്യം അള്ളാഹു ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ സമുദായത്തിന്റെ സഹോദരൻ, അവിടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഹൂഹും ഫിന്നസബ്,
നസബിൽ അവരുടെ സഹോദരനാണ്, അഥവാ അവരുടെ കുടുംബക്കാരനാണ്. അതല്ലാതെ ലൈസ അഖൂഹും ലൈസ ബി അഖീഹിം ഫിദ്ദീൻ, ദീനിലുള്ള അവരുടെ സഹോദരൻ അല്ല. സഹോദര്യം എന്നാൽ അത് രണ്ട് രൂപത്തിലാണ് വരിക. ഒന്നുകിൽ നമ്മുടെ കുടുംബക്കാരായ നമ്മുടെ ജ്യേഷ്ഠനോ അനുജനോ അങ്ങനെയുള്ളവർ നമ്മുടെ സഹോദരങ്ങളാണ്, നസബിൽ സഹോദരങ്ങളാണ്. അത് ഒരുത്തന്റെ സഹോദരൻ മുസ്ലിമായാലും കാഫറായാലും ഒക്കെ അവന്റെ സഹോദരൻ തന്നെയാണ്, നസബിലുള്ള സഹോദരൻ. പിന്നെ ഒരു ഉഖുവത്തുള്ളത് ദീനിയായ ഉഖുവത്താണ്. ദീനിയായ ഉഖുവത്താണ് അതാരാണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകളെല്ലാം പരസ്പര സഹോദരങ്ങളാണ്. എന്നാൽ ഈ രണ്ട് ഉഖുവത്തല്ലാതെ വേറൊരു ഉഖുവത്ത് അതില്ല. ഒന്നുകിൽ നമ്മൾ നിൽക്കുന്ന ജ്യേഷ്ഠനോ അനുജനോ, അല്ലെങ്കിൽ നമ്മുടെ ദീനിലുള്ള അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന സഹോദരൻ. അവരെ അള്ളാഹു പറഞ്ഞു ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ പരസ്പരം സഹോദരങ്ങളാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ആദ് ഗോത്രത്തിന്റെ സഹോദരൻ, യഥാർത്ഥത്തിൽ നസബിൽ അവരുടെ കുടുംബം കൊണ്ട് അവരുടെ സഹോദരനെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചു. എന്തായിരുന്നു ആ നബിയുടെ പേര്? ആദ് സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയുടെ പേര് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. ഹൂദ് നബിയുടെ കാലം ഏതാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷമാണ്. നോക്കൂ, നൂഹ് നബിയുടെ കാലത്ത് നൂഹ് നബിയിൽ വിശ്വസിക്കാത്ത അന്ന് ഭൂമി പുറത്തുണ്ടായിരുന്ന മനുഷ്യരെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അന്ന് കപ്പലിൽ കയറിയവർ ഒഴികെ എല്ലാവരും മുങ്ങി നശിച്ചു. ഇത്രയും വലിയ ആയത്ത് ഈ ചരിത്രം ജനങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്ത ആളുകൾ വീണ്ടും ശിർക്കിലേക്ക് എത്തി. അവർ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു ഹൂദ് നബിയെ അവരിലേക്ക് നിയോഗിച്ചു. ഇദ് അൻദറ ഖൗമ, തന്റെ ജനതയെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താക്കീത് ചെയ്ത സന്ദർഭം. നബിമാർ അവർ നദീറും ബഷീറുമാണ്, നദീറുകളും ബഷീറുകളുമാണ്, താക്കീത് നൽകുന്നവരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമാണ്. അള്ളാഹുലും അവന്റെ ദീനിലും പരലോകത്തിലും വിശ്വസിക്കുകയും നബിമാരെ അനുസരിക്കുകയും ചെയ്തവർക്ക് ബുഷറ, അവർക്കുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് നബിമാർ വരുന്നത്. അവരെ നിഷേധിച്ചവർക്കുള്ള താക്കീതുമായിട്ടാണ് അള്ളാഹുവിന്റെ നബിമാർ വരുന്നത്. തന്റെ ജനതയെ ഹൂദ് നബി താക്കീത് നൽകി ബിൽ അഹ്ഖാഫിൽ വെച്ച്, ആ സ്ഥലത്ത് വെച്ച്, അവരുടെ നാട്ടിൽ വെച്ച്. വഖദ് ഖാലത്തിൻ നുദുർ, അതിനു മുൻപ് വഖദ് ഖാലത്തിൻ നുദുർ, കഴിഞ്ഞുപോയിട്ടുണ്ട് താക്കീതുകാർ, വേറെ നബിമാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞുപോയിട്ടുണ്ട്. അതുപോലെ ആദം നബിയുടെ മക്കളിൽ വേറെ നബിമാരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. ചരിത്രത്തിന്റെ കിതാബുകൾ എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിന്റെ കിതാബുകളായി മനസ്സിലാക്കണം, ഹദീസിന്റെ കിതാബുകൾ പോലെയല്ല. അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞുപോയിട്ടുണ്ട്. മിൻ ഖൽഫിഹി, ശേഷവും ധാരാളം നബിമാർ വന്നുപോയിട്ടുണ്ട്. എന്താണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞത്? അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൂടാ. സഹോദരങ്ങളെ, നിങ്ങൾ എടുത്തു നോക്കൂ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ. എന്താണ് അള്ളാഹുവിന്റെ നബിമാർ ആദ്യം ജനങ്ങളോട് പറഞ്ഞത്? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല എന്നാണ് അള്ളാഹുവിന്റെ നബിമാർ മുഴുവൻ ജനങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യം, ഏറ്റവും പ്രാധാന്യപൂർവ്വം പറഞ്ഞ കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രാധാന്യപൂർവ്വം ജനങ്ങളോട് പറഞ്ഞ കാര്യം, അവിടുന്ന് ദാഇമാരായി ഓരോ നാടുകളിലേക്ക് പറഞ്ഞയച്ചവരെ ജനങ്ങൾ എന്തിലേക്ക് ക്ഷണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞ കാര്യം അതാണ്. എന്തുകൊണ്ടാണത്? കാരണം അത് ശരിയാവാതെ ബാക്കി ഒന്നും ശരിയാവുകയില്ല. അതിനെതിരായ ശിർക്ക് ഒരാളിൽ സംഭവിച്ചാൽ മറ്റൊരു നന്മയും അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹ്, അള്ളാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തത്, അതായത് അതിന് താഴെയുള്ളത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ച നബിമാരെല്ലാം ജനങ്ങൾ ആദ്യം ക്ഷണിച്ചത് ഇതിലേക്കാണ്. അതുകൊണ്ട് തുടങ്ങാത്ത ദഅവത്ത് നബിമാരുടെ ദഅവത്തിന് വിരുദ്ധമായ ദഅവത്താണ്. ആരുടെയാണോ അവരുടെ പ്രബോധനം, അവർ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരാണ്.
അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്നവരാണോ എങ്കിൽ അവരുടെ ദഅവത്ത് തൗഹീദിലേക്കായിരിക്കണം. തൗഹീദിന് മുന്തിയ പ്രാധാന്യം നൽകിയിരിക്കണം, ഒരു സംശയവുമില്ല അതിൽ. അത് സഹോദരങ്ങളെ, തൗഹീദ് മാത്രമുള്ള നാടുകളിൽ പോലും തൗഹീദ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പൊ പിന്നെ തൗഹീദ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ജനങ്ങളുള്ള, കണ്ണിൽ കണ്ടതൊക്കെ ആരാധിക്കപ്പെടുന്ന നാടുകളുടെ സ്ഥിതി എന്തായിരിക്കും? അത് ആ ദഅവത്ത് കൊണ്ട് ചില ആളുകൾ അകന്നുപോകുന്നു, ജനങ്ങളെ വെറുപ്പിക്കുന്നു എന്നാണ് പലരുടെയും ന്യായം. പക്ഷെ അത് തെറ്റായ ന്യായമാണ്. നിങ്ങൾക്കാണോ ദഅവത്ത് നന്നായി അറിയുക? അതല്ല അള്ളാഹുവിന്റെ നബിമാർക്കോ? അതാണ് ചോദ്യം. നിങ്ങൾക്കാണ് എന്നാണ് ഉത്തരമെങ്കിൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന മറുപടിയാണ്. അതല്ല, നബിമാർക്കാണ് ഏറ്റവും നന്നായി ദഅവത്ത് അറിയുന്നതെങ്കിൽ അവരുടെ ദഅവത്ത്, അവരുടെ ഏറ്റവും മുഖ്യമായ ദഅവത്ത് തൗഹീദിലേക്കുള്ള ദഅവത്താണ്. യാതൊരു സംശയവുമില്ല അതിൽ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഇതാ പറയുന്നു, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇബാദത്തിന്റെ കാര്യം പറഞ്ഞു. കാരണം പൊതുവെ ജനങ്ങൾ അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്നവരാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് മഴ വർഷിക്കുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത് എന്ന് അംഗീകരിക്കുന്നവരാണ് ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളും. പിന്നെ എന്തിനാണ് അവരുടെ കുഴപ്പം? ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നു. അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അവിടെ മുഫസ്സിറുകൾ വിശദീകരിച്ചു അവരുടെ ഈമാൻ എന്ന് പറഞ്ഞത് എന്താണ്. വമാ യുഅ്മിനു, അവർക്കൊരു ഈമാനുണ്ട്. എന്താണ് ആ ഈമാൻ? പ്രയോജനം ചെയ്യാത്ത ഈമാനാണത്. എന്താണ് അവരുടെ വിശ്വാസം? അള്ളാഹുവാണ് റബ്ബ്, പടച്ചതാരാ റബ്ബ്, മരിപ്പിക്കുന്നതാരാ റബ്ബ്, മഴ പെയ്യിക്കുന്നതാരാ റബ്ബ്, അതെല്ലാം അള്ളാഹുവാണെന്ന് അവർ മറുപടി പറയും. എന്നാൽ ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ അള്ളാഹു അല്ലാത്തവർ ഇബാദത്ത് ചെയ്യും. ഇതാണ് എക്കാലത്തെയും മുശ്രിക്കുകൾക്ക് സംഭവിച്ചിട്ടുള്ള അവരുടെ ശിർക്ക്. ഇതിലാണ്, ഇബാദത്തിലാണ്. അതുകൊണ്ട് നോക്കൂ, നബിമാർ ഊന്നി പറഞ്ഞത് ഇക്കാര്യമാണ്, ഈ തൗഹീദാണ്. എന്നാൽ ചില ആളുകളെ കാണാം, അവർ ദഅവത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളെ ക്ഷണിക്കും. അള്ളാഹുവാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുന്നത്, അള്ളാഹുവാണ് നമ്മുടെ കച്ചവടം ശരിയാക്കി തരുന്നത്, അള്ളാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നത്, നമുക്ക് ആരോഗ്യം തരുന്നത് എന്ന് പറയും. അത് സഹോദരങ്ങളെ റുബൂബിയത്ത് മാത്രമേ ആയുള്ളൂ. അള്ളാഹുവാണ് റബ്ബ് എന്നാണ് നീ അവന് പറഞ്ഞു കൊടുക്കുന്നത്. അത് അള്ളാഹു ഇങ്ങോട്ട് ചെയ്യുന്നതാണ്. എന്നാൽ നീ അവനോട് എന്താണ് അങ്ങോട്ട് ചെയ്യേണ്ടത്? അത് നിന്റെ ബാധ്യത എന്താണ്? അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. നിന്റെ ദുആ റബ്ബിനോട് മാത്രം, ഇസ്തിഗാസ റബ്ബിനോട് മാത്രം, നേർച്ച റബ്ബിന് മാത്രം, സത്യം ചെയ്യൽ റബ്ബിന്റെ പേരിൽ മാത്രം. അവിടെയാണ് ജനങ്ങൾക്ക് കുഴപ്പം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവൻ പോലും പറയും, അള്ളാഹു അല്ലാതെ ആരാണ് നമുക്ക് ഇതൊക്കെ തരുന്നത് എന്ന് പറയുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ശിർക്കിൽ വീണുപോയിട്ടുള്ള ആളുകളും. അവരെ കടത്തിവെട്ടിയ അബൂജഹലിനൊക്കെ കടത്തിവെട്ടുന്ന ശിർക്കുള്ള ആളുകളുണ്ട്, അതിൽ സംശയമില്ല. ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന ഷെയ്ഖാണ് എന്ന് പറയുന്നത് മക്ക മുശ്രിക്കുകൾ പോലും പറയാത്ത ശിർക്കാണ്. അങ്ങനെയുള്ളവരുണ്ട്, സംശയമില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ ഫിഅലിൽ, അള്ളാഹുവിന്റെ പ്രവൃത്തി അത് റബ്ബ് മാത്രം ചെയ്യുന്നവനാണ് എന്ന് പറയുന്നവരാണ്. എന്നാൽ തങ്ങളുടെ പ്രവർത്തികളുടെ കാര്യം വരുമ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്ത് നൽകുന്നു. നബിമാർ ഇബാദത്തിലെ തൗഹീദ്, ആരാധന റബ്ബിന് മാത്രം എന്ന കാര്യം, തൗഹീദിന്റെ ആവശ്യം കൂടുതൽ ഊന്നിയത് ഇതുകൊണ്ടാണ്. ജനങ്ങൾക്ക് കൂടുതൽ പേർക്കും കുഴപ്പം സംഭവിച്ചത് ആ വിഷയത്തിലാണ് എന്നതുകൊണ്ടാണ്. എന്നിട്ട് നോക്കൂ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അങ്ങേയറ്റത്തെ നസീഹത്തോടെയുള്ള താക്കീത്, ഇന്നി അഖാഫു അലൈക്കും, ഞാനിതാ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്നു, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു. അദാബ യൗമിൻ അദീം, കഠിനമായ ഭയാനകരമായ ഒരു ദിവസത്തെ ശിക്ഷ. ഇത് സഹോദരങ്ങളെ അവരുടെ അടുത്ത് സ്ഥാനം നേടാൻ മനസ്സിലില്ലാത്തൊരു കാര്യം പറഞ്ഞതാണോ? നബിമാർ അങ്ങനെ പറയുമില്ല, ആത്മാർത്ഥമായ വർത്തമാനമാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പേടിക്കുന്നു ജനങ്ങളെ, അള്ളാഹുവിന്റെ ശിക്ഷ, ഭയാനകരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നത് ഞാൻ ഭയപ്പെടുന്നു. എന്തൊരു നസീഹത്തിന്റെ വാക്കാണ്, നബിമാർ ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്. വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് അങ്ങേയറ്റം കൂറുള്ള, ഗുണകാംക്ഷയുള്ള, വിശ്വസ്തനായ ആളാണ്. നബിമാരുടെ വാക്കാണ്.
മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഞാനിതാ തീയിലേക്ക് വീഴാൻ പോകുന്ന നിങ്ങളതാ ഈ വെളിച്ചം കണ്ടാൽ അതിലേക്ക് പാറിയെടുക്കുന്ന പാറ്റകളെ പോലെ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഊരൊക്കെ പിടിച്ചു വെക്കുന്നു അതിലേക്ക് വീഴാതിരിക്കാൻ, എന്നാൽ നിങ്ങൾ എന്നെ തട്ടിമാറ്റി അതിൽ പോയി വീഴുകയാണ്. എന്തൊരു നസീഹത്തിന്റെ വാക്കാണെന്ന് നോക്കൂ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുന്ന് സഫാ കുന്നിന്റെ മുകളിൽ കയറി ജനങ്ങളെ ആദ്യമായി തന്റെ കുടുംബക്കാരെ തൗഹീദിലേക്ക്, ഈ ദീനിലേക്ക് വിളിച്ചത് എങ്ങനെയാണ്? വഅൻദിർ അശീറതകൽ അഖറബീൻ എന്ന പരിശുദ്ധ ഖുർആന്റെ സൂറത്തു ശുഅറയിൽ ആയത്തിറങ്ങി. വഅൻദിർ, ഓ നബിയെ താക്കീത് നൽകുക. അശീറതകൽ അഖറബീൻ, താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് താക്കീത് നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ കയറി എന്താണ് വിളിച്ചത്? യാ സബാഹാ, യാ സബാഹാ എന്ന് വിളിക്കുകയാണ്. എന്താണ് ആ വിളി സഹോദരങ്ങളെ? ഒരപകടം മുന്നിൽ കണ്ടാൽ തന്റെ ഖൗമിനെ രക്ഷപ്പെടുത്തുന്ന ആൾ, അവരെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്ന വിളിയാണത്. ആരാണ് വിളിക്കുന്നത് എന്ന് ആളുകൾ ചോദിച്ചു. മുഹമ്മദ് ആണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബക്കാരൊക്കെ അങ്ങോട്ട് ചെന്നു. ചെല്ലാൻ കഴിയാത്തവർ ആളെ പറഞ്ഞയച്ചു എന്നാണ്. ആരാണ് വിളിച്ചത്? മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിഞ്ഞപ്പോൾ അവർ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ വിളിച്ചു. യാ ബനി അബ്ദു മനാഫ്, യാ ബനി ഖുസൈ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരമ്പരയെ എണ്ണി വിളിച്ചു. യാ സഫിയ യാ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, അതുപോലെ യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരെയും, അവരെ മൊത്തത്തിലും അതുപോലെ അവരെ ഓരോരുത്തർ ഗോത്രങ്ങളിൽ പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിളിച്ചിട്ടാണ് താക്കീത് നൽകിയത്. ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വഅന നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, കടുത്ത ശിക്ഷ വരുന്നതിന് മുൻപ് അതിന് മുന്നിലുള്ള നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് ഞാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ ശിക്ഷ വരാതിരിക്കാനുള്ള താക്കീതാണ് സഹോദരങ്ങളെ ഇസ്ലാമിലേക്കുള്ള ക്ഷണം. ഒരാൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ, നിന്നോടൊരു നന്മ ഉണർത്തി തരുന്നുവെങ്കിൽ, തിന്മ ഒരുത്തൻ നിന്നോട് വിലക്കുന്നുവെങ്കിൽ നിനക്ക് ശിക്ഷ ബാധിക്കാതിരിക്കാനാണ് അവനാ പറയുന്നത്. എന്നോടുള്ള ഗുണകാംക്ഷയല്ലേ അത്? അൽ-ഇമാം ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയ ചില എഴുത്തുകളിൽ കാണാം, ഞാൻ ഈ പറയുന്നതിന്റെ യാഥാർത്ഥ്യമെങ്ങാനും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരെക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെക്കാളും നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നുമായിരുന്നു. എന്തൊരു വാക്കാണത്! കാരണം ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നതാണത്. അത് സഹോദരങ്ങൾ പരലോകത്തെത്തിയാൽ ആളുകൾ മനസ്സിലാക്കും. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിനെ നാളെ പരലോകത്ത് കൊണ്ടുവരും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പറയും, അള്ളാഹുവെ നീ എനിക്ക് വാഗ്ദാനം തന്നതാണല്ലോ പരലോകത്ത് നീ എന്നെ അപമാനിക്കുകയില്ല എന്ന്. അയ്യു ഖിസിയൻ മിനൽ അബിൽ അബ്അദ്, ഈ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട പിതാവിനേക്കാൾ വലിയ അപമാനം മറ്റെന്തുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആസറിനോട്, പിതാവിനോട് പറയുമെന്നാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ ധിക്കരിക്കരുത് എന്ന്. ഖിയാമത്ത് നാളിൽ അപ്പോൾ അയാൾ പറയും, ഇന്ന് ഞാൻ നിന്നെ അനുസരിച്ചോളാം. സഹീഹുൽ ബുഖാരിയിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, നാളെ ഖിയാമത്തിൽ നടക്കാൻ പോകുന്നതാണ്. ദുനിയാവിൽ അയാൾ എന്താണ് പറഞ്ഞത്? ഖാല റാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. എന്റെ ഇലാഹുകളോട് നിനക്ക് താല്പര്യമില്ലേ? നീ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ എറിയും, അതുകൊണ്ട് എന്നെ വിട്ടുപോയിക്കോ എന്നാട്ടിപ്പായിച്ച പിതാവത നാളെ പരലോകത്ത് പറയണം, ഇന്ന് ഞാൻ നിന്നെ അനുസരിച്ചോളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കുഫാറുകൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് താഴേക്ക് നോക്കാൻ പറയുമ്പോൾ പിതാവ് ഒരു രക്തം ശരീരത്തിൽ ഇങ്ങനെ കുളിച്ചിട്ടുള്ള ഒരു ജന്തുവിന്റെ രൂപത്തിലായിത്തീരും. എന്നിട്ട് അതിന്റെ കൈകാലുകളിൽ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ആരുടെ പിതാവാണ്? ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവിന്റെ പരലോകത്തെ സ്ഥിതിയാണിത് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, താക്കീതുകാർ എപ്പോഴും വരണമെന്നില്ല. അത് ചിലപ്പോൾ ഒരു തവണ ആദ്യം ആ സത്യം, തൗഹീദിന്റെ സത്യം, ദീനിലേക്കുള്ള ക്ഷണം വന്നാൽ നമ്മൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ
അള്ളാഹു നമ്മെ അതിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞേക്കാം. അള്ളാഹു പറഞ്ഞതുപോലെ നാം അവരുടെ ഹൃദയങ്ങൾക്ക് സീൽ വെച്ചു. അവരതിന് ആദ്യം വിശ്വസിക്കാത്തതിന്റെ ഫലമായി അവരുടെ ഹൃദയങ്ങൾ, അവരുടെ കാഴ്ചകൾ നാം മറിച്ചു കളഞ്ഞു. പരലോകത്തെത്തിയാൽ ആളുകൾ വിലപിക്കും. അള്ളാഹു എന്താണ് പറയുക? എന്താണ് അവർക്ക് കിട്ടുന്ന മറുപടി? അവലം നുഅമ്മിർകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? വയതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കുന്നവൻ, ആലോചിക്കുന്നവൻ ആലോചിക്കാൻ തക്കവണ്ണമുള്ള ആയുസ്. വജാഅകുമുൻ നദീർ, താക്കീതുകാരൻ നിങ്ങളിലേക്ക് വന്നില്ലേ? ഇത് പരലോകത്ത് ചോദിക്കപ്പെടും സഹോദരങ്ങളെ. എത്രയോ ആളുകൾ 50, 60, 70 അല്ല അതിനു മുകളിലുമൊക്കെ ആയുസ് ലഭിച്ചവർ, അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും ഇന്ന് വരെ ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്തവർ, ശിർക്കിൽ ജീവിക്കുന്നവർ, അള്ളാഹുവിനെ ധിക്കരിച്ച് ഹറാമുകളിൽ ജീവിക്കുന്നവർ. വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നില്ലേ എന്ന ചോദ്യം സഹോദരങ്ങളെ നമ്മൾ അപമാനിക്കപ്പെടുന്ന രൂപത്തിൽ കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനെ അനുസരിക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക. വഫഖനില്ലാഹു ഇയ്യാക്കും. നമുക്ക് കൊടുത്ത ആയത്ത് അവർ പറഞ്ഞു, ഖാലു, ആ ഖൗമു പറഞ്ഞു, അജിഅ്തന, നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണോ? ലിതഅഫികന, ഞങ്ങളെ തെറ്റിച്ചു കളയാൻ, അൻ ആലിഹതിന, ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ചു കളയാനാണോ നീ വന്നിരിക്കുന്നത്? ഫഅ്തിന ബിമ, എങ്കിൽ നീ അത് കൊണ്ടുവരൂ. ഏത്? ബിമ തഅഇദുന, നീ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകുന്ന, ഞങ്ങൾക്ക് വരുമെന്ന് നീ താക്കീത് നൽകുന്ന കാര്യമുണ്ടല്ലോ, അത് കൊണ്ടുവാ. ഇൻ കുൻത മിന സാദിഖീൻ, നീ സത്യവാന്മാരുടെ, സത്യം പറയുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ. ഇത് സഹോദരങ്ങളെ ഖിയാമത്ത് നാൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ കാണാനുള്ള, അത് കണ്ടിട്ട് വിശ്വസിക്കാനുള്ള ആഗ്രഹം കൊണ്ടുള്ള വർത്തമാനമല്ല, കണ്ടിട്ട് വിശ്വസിച്ചിട്ട് കാര്യവുമില്ല. പിന്നെയോ ഇത് ഇസ്തിബാദിന്റെ ചോദ്യമാണ്. അത് സംഭവിക്കുകയില്ല എന്നതുകൊണ്ടാണ് അവർ അതിന് തിരക്ക് കൂട്ടുന്നത്. സംഭവിക്കുകയില്ല എന്നതുകൊണ്ടാണ് അവർ അതിൽ തിരക്ക് കൂട്ടുന്നത്. എന്നാൽ മുഅ്മിനുകൾ അവരുടെ സ്വഭാവം എന്താണ്? മുഷ്ഫിഖൂന മിൻഹ വയഅലമൂന അന്നഹൽ ഹഖ്. അവർ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ഹൃദയം വിറകൊള്ളുന്നു, ഹൃദയം അത് കിടിലം കൊള്ളുന്നു, അതിൽ ഭയപ്പാടുണ്ടാകുന്നു. അവർക്കറിയാം അത് സത്യമാണ് എന്ന്. എന്നാൽ ഈ ആളുകൾ അത് ഏത് കാലത്തും നിഷേധികൾ അവരെന്താണ് ചെയ്യുക? അവർ അള്ളാഹുവിന്റെ ശിക്ഷ അത് എപ്പോഴാണ് വരിക, എപ്പോഴാണ് അത് സംഭവിക്കുക എന്ന ചോദ്യം, എന്ന് സംഭവിക്കും, കുറെ കാലമല്ലോ പറയുന്നത്, എപ്പോഴാണ് വരിക എന്ന ചോദ്യമാണ് അവർ ചോദിക്കുക. അതേ ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ച് കളയാനാണോ നീ വന്നിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഇതേ വാക്ക് മുശ്രിക്കുകൾ പറഞ്ഞത് കാണാം. എന്ത്? ഇതാ ഞങ്ങളുടെ ഇലാഹുകളുടെ കാര്യത്തിൽ ക്ഷമിച്ചു നിന്നില്ലെങ്കിൽ, ഇൻ കാദ ലയുദല്ലുന അൻ ആലിഹതിന ലൗലാ അൻ സബർന അലൈഹ, ഇലാഹുകളെ മുറുക്കെ പിടിച്ചോ, അവരുടെ കാര്യത്തിൽ ക്ഷമിച്ചു നിന്നോ, ഇല്ലെങ്കിൽ ഇതാ ഇയാൾ നമ്മൾ അതിൽ നിന്ന് തെറ്റിച്ചു കളയും. ഇത് മുശ്രിക്കുകളുടെ വാക്കാണ്. അവരുടെ ഇലാഹിൽ നിന്ന് ഞങ്ങളുടെ ഇലാഹിൽ നിന്ന് ഞങ്ങൾ അകറ്റുകയാണോ എന്ന ചോദ്യം. കാരണം അവർ അവരുടെ ഇലാഹുകളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. അവർ അള്ളാഹുവിന് പുറമെ സമന്മാരെ സങ്കല്പിച്ചവർ അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു. എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകൾ ഏറ്റവും കഠിനമായി സ്നേഹിക്കുന്നത് അള്ളാഹുവാണ്. വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. ആ അക്രമികൾ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവർ ശിക്ഷ നേരിൽ കാണുന്ന രംഗം അവർ മനസ്സിലാക്കും അള്ളാഹുവിനാണ് എല്ലാ ശക്തിയുമെന്ന്, അള്ളാഹുവാണ് കഠിനമായി ശിക്ഷിക്കുകയെന്ന്. ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിൻപറ്റപ്പെട്ടവർ, നേതാക്കന്മാർ അനുയായികളെ വിട്ടൊഴിയുന്ന രംഗം. ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ്, അവർ ശിക്ഷ കാണുന്ന രംഗം. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവരുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന നാൾ. വഖാല അല്ലദീന തബഉ, അനുയായികൾ പറയും ലൗ അന്ന ലനാ കറ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, ഞങ്ങൾ ഇപ്പോൾ ഒഴിവാക്കിയതുപോലെ ഞങ്ങൾ നിങ്ങളെയും ഒഴിവാക്കും.
കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു അവർക്ക് നഷ്ടമായി കാണിച്ചു കൊടുക്കുക. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കുകയില്ല. നോക്കൂ, ആളുകൾ ഷിർക്കിൽ തളക്കപ്പെട്ടത് പലപ്പോഴും അവരുടെ നേതാക്കന്മാരെ പിടിച്ചിട്ടാണ്. ഇന്ന നേതാക്കന്മാർ അവരുടെ പേര് പറഞ്ഞിട്ട് ആണ് ആളുകൾ ബാത്തിലിൽ, ഷിർക്കിൽ, കുഫറിൽ കഴിഞ്ഞുകൂടുന്നത്. എന്നാൽ ആ ബന്ധമെല്ലാം നാളെ പരലോകത്ത് അറ്റുപോകും. അവർ നബിമാരെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കൊണ്ടുവാ സത്യസന്ധരാണെങ്കിൽ. യഥാർത്ഥത്തിൽ നബിമാരുടെ സിദ്ഖിന് എന്ത് സംശയമാണുള്ളത്? അവരുടെ സത്യസന്ധതയ്ക്ക് എന്ത് സംശയമാണുള്ളത്? അതിനു മുമ്പ് അവർ കളവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹെറക്കൽ പറഞ്ഞതുപോലെ റോമക്കാരുടെ ഭരണാധികാരിയായിരുന്ന ഹെറക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, മുമ്പ് കളവ് പറഞ്ഞിരുന്നോ? അബൂ സുഫിയാൻ അന്ന് മുശ്രിക്കായിരുന്നിട്ട് പോലും അബൂ സുഫിയാൻ പറഞ്ഞു, കളവ് പറയാൻ അവിടെ അബൂ സുഫിയാൻ അവസരമില്ലായിരുന്നു. പിന്നിൽ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അബൂ സുഫിയാൻ കളവ് പറഞ്ഞാൽ ആംഗ്യം കാണിക്കാൻ കൽപ്പിച്ചുകൊണ്ട് പിന്നിൽ ആളെ നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്ന് അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, കളവ് പറഞ്ഞിട്ടില്ല. ഹെറക്കൽ പറഞ്ഞു, ഒരിക്കലും ജനങ്ങളുടെ പേരിൽ കളവ് പറയാത്ത ഒരാൾ അള്ളാഹുവിന്റെ പേരിൽ പിന്നെ എങ്ങനെ കളവ് പറയാനാണ്? ജനങ്ങളുടെ പേരിൽ കളവ് പറയാത്ത ഒരാൾ അള്ളാഹുവിന്റെ പേരിൽ എങ്ങനെ കളവ് പറയാനാണ്? അതുകൊണ്ട് നബിമാർ അവർ തങ്ങൾക്ക് വഹി വരുന്നു എന്നാണ് പറയുന്നത്. അതിനവർ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരുന്നു. അള്ളാഹു അവർക്ക് അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ, ഒരു സാഹിറിനും ഒരു മജീഷ്യനും കാണിക്കാൻ സാധിക്കാത്ത അത്ഭുതങ്ങൾ അള്ളാഹു അവരിലൂടെ കാണിക്കുന്നു. അത്ഭുതകരമായ അവർ ക്ഷണിക്കുന്നത് എന്തിലേക്കാണ്? അവരെ ഇബാദത്ത് ചെയ്യാനാണോ? അല്ല, ഏറ്റവും വലിയ നന്മയിലേക്കാണ് അവർ ക്ഷണിക്കുന്നത്. മുൻപുള്ള നബിമാർ ക്ഷണിച്ചതിലേക്ക്, ഏതൊരു മനുഷ്യന്റെയും ഫിത്രത്തിലുള്ള ശുദ്ധ പ്രകൃതിയിലുള്ള ഇസ്ലാമിലേക്ക്. ഇസ്ലാം മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയോട് ഏറ്റവും യോജിച്ചതാണ്. തൗഹീദ് ഒരാളുടെ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയോട് യോജിച്ച കാര്യമാണ്, അല്ലേ? അത് മനുഷ്യന്റെ നേരായ പ്രകൃതിക്ക് യോജിച്ചതാണ്. ഏകനായ ഇലാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. പടപ്പുകളെ, യാതൊന്നിനും കഴിവില്ലാത്ത സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യാതിരിക്കുക, അവയെ പൂജിക്കാതിരിക്കുക എന്നത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് യോജിച്ചതാണ്. എന്നാൽ ഇവർ നബിമാരെ വെല്ലുവിളിക്കുന്നു. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖാല ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. ഖാൽ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നമൽ ഇൽമു, ആ അറിവ് ഉള്ളത് ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ മാത്രമാണ്. റബ്ബിനാണ് അറിയുക എപ്പോഴാണ് ആ ശിക്ഷ വരിക എന്നത്. വഉബല്ലിഗുകും, എന്റെ ചുമതല എന്താണ്? വഉബല്ലിഗുകും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. മാ ഉർസിൽതു ബിഹ്, ഏതൊന്നുമായിട്ടാണോ ഞാൻ അയക്കപ്പെട്ടത് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു. വലാകിന്നി, പക്ഷേ ഞാൻ അറാക്കും, ഞാൻ നിങ്ങളെ കാണുന്നത് ഖൗമൻ തജ്ഹലൂൻ, വിവരമില്ലാത്ത ജഹലിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന ഒരു ജനതയായിട്ടാണ്. നോക്കൂ, നബിമാർക്ക് സാധിക്കാത്ത ഒരു കാര്യം ജനങ്ങൾ നബിമാരോട് ആവശ്യപ്പെടാൻ, എപ്പോഴാണ് അള്ളാഹുവിന്റെ ശിക്ഷ? കൊണ്ടുപോകാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെന്താണ് പറഞ്ഞത്? ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബൂഅ, നീ ഭൂമിയിൽ നിന്ന് ഒരു അരുവി ഇങ്ങനെ ഒഴുക്കി തരണം, നിനക്ക് സ്വർണത്തിന്റെ കൊട്ടാരം ഉണ്ടാകണം, നിനക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കണം, നീ മുകളിൽ പോയി അള്ളാഹുവിന്റെ കിതാബ്, നീ മുകളിലേക്ക് കയറി, ആകാശത്തേക്ക് കയറി പോകണം. പോരാ, വലൻ നുഅ്മിന ലിറുഖീക്, നീ മുകളിൽ കയറിപ്പോയി എന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഞങ്ങൾക്ക് വായിക്കാൻ പോകുന്ന ഒരു കിതാബ് അവിടുന്ന് കൊണ്ടുവന്നാലല്ലാതെ. ഇങ്ങനെ അവരുടെ ആവശ്യങ്ങൾ അവരിങ്ങനെ മുന്നോട്ട് വെക്കുകയാണ്. വിശ്വസിക്കണമെങ്കിൽ ഇന്നൊക്കെ കാണിക്കണം. ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറ റസൂല, പറയൂ നബിയെ, ഞാൻ റസൂലായ ഒരു മനുഷ്യൻ മാത്രമല്ലയോ? ജനങ്ങൾ പറയുന്നതൊക്കെ കാണിച്ചു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ നബിമാരുടെ ഉത്തരവാദിത്തമല്ല, അവരെ പിൻപറ്റിയ പ്രബോധകരുടെയും ഉത്തരവാദിത്തമല്ല. ആളുകൾ പറയുന്ന ആവശ്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാന്നുള്ളൂ. അള്ളാഹുവിൽ നിന്നുള്ള കിട്ടിയ അറിവിന് അടിസ്ഥാനത്തിൽ മാത്രമേ നബിമാർ മറുപടി പറയുന്നുള്ളൂ. അല്ലാത്തത് അള്ളാഹുവിനാണ് അറിയുക. എന്നെ അള്ളാഹു ഏൽപ്പിച്ചത് ഈ അറിവ് കൊണ്ടാണ്, ഞാനത് നിങ്ങളോട് പറയുന്നു. അള്ളാഹുവിന്റെ പക്കലാണ് അതിനെക്കുറിച്ചുള്ള അറിവുള്ളത്. എപ്പോഴാണ് ശിക്ഷ വരിക? അതിപ്പോൾ നൽകലാണോ അതല്ല നീട്ടിവെക്കലാണോ? ഏതാണ് നല്ലത്? അതൊക്കെ അള്ളാഹുവിനറിയാം.
അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ച് വരുത്തേണ്ട സമയത്ത് അള്ളാഹു ശിക്ഷ വരുത്തും. വൗബല്ലിഗുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു, മാ ഉർസിൽതു ബിഹ്, ഞാൻ ഏതൊന്നുമായാണോ അയക്കപ്പെട്ടത് അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഇമാം അസ്സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് മിനല്ലാഹി അർറിസാല, അള്ളാഹുവിൽ നിന്നാണ് ഈ സന്ദേശം. വഅല റസൂലിൽ ബലാഗ്, റസൂലിന്റെ ബാധ്യത ബലാഗാണ്, എത്തിച്ചു തരിക എന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈന തസ്ലീം, നമ്മുടെ ബാധ്യത അതിന് കീഴൊതുങ്ങുക എന്നതാണ്. അതിനെക്കുറിച്ച് നിഷേധാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതല്ല. ശരിയാണോ, ഒരാൾക്ക് അറിയാൻ മനസ്സിലാക്കാൻ ചോദിക്കാം. പക്ഷെ നിഷേധാത്മകമായ ചോദ്യങ്ങൾ, നിഷേധിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ, അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ, ആളുകളുടെ മനസ്സിൽ സംശയം കുത്തിവെക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ, അത് വിലക്കപ്പെട്ട മദ്മൂമായ ചോദ്യങ്ങളുടെ ഭാഗമാണ്. അത് കുഫറിലേക്ക് നയിച്ചേക്കാവുന്ന കാര്യമാണ്. വലയ്യാദു ബില്ലാഹ്. വലാകിന്നി അറാക്കും ഖൗമൻ തജ്ഹലൂൻ, ഞാൻ നിങ്ങളെ വിവരമില്ലാത്ത ജനതയായിട്ടാണ് കാണുന്നത്. കാരണം ജഹലിന്റെ ചോദ്യമാണ് എപ്പോഴാണ് ശിക്ഷ വരിക എന്നത്. അള്ളാഹു അവർക്ക് ബാധ്യതയാക്കിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അള്ളാഹു ബാധ്യത ഏറ്റ കാര്യത്തെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അള്ളാഹു ബാധ്യത ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് അതനുസരിക്കുക, അതിൽ വിശ്വസിക്കുക, അതിനല്ല അവർ ശ്രദ്ധിക്കുന്നത്. പിന്നെ അള്ളാഹു അവൻ ഏറ്റെടുത്ത കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് അറിയാനാണ്. എന്നതുപോലെയാണ് പലരുടെയും ചോദ്യങ്ങൾ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അവനവനെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നവരാണ് പലരും. അവനവന് യാതൊരു ബാധ്യതയുമില്ല, അവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പരലോകത്ത് യാതൊരു നഷ്ടവുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പലരും ചോദിക്കുക. എന്നാൽ അവനവന് ഉപകാരമുള്ള കാര്യത്തെക്കുറിച്ചാകട്ടെ അവന് അറിയേണ്ടതില്ല, അതിലേക്ക് അവൻ തിരിഞ്ഞു നോക്കുന്നുമില്ല. എന്നിട്ടതാ എന്താണ് ആ ഖൗമിന് സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മാ റഅൗഹു, അവർ അത് കണ്ടപ്പോൾ. ഏത് കണ്ടപ്പോൾ? അവർ തിരക്ക് കൂട്ടിയിരുന്ന കാര്യം ഏതോ, ആ ശിക്ഷ, അതിനവർ കണ്ടപ്പോൾ അവരെന്തായിട്ടാണ് അതിനെ കണ്ടത്? ആരിദൻ, ഒരു ആരിദായിട്ടാണ്. ആരിദ് എന്നാൽ മേഘമാണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം. അവരുടെ മുകളിൽ ഇങ്ങനെ ആകാശം നിറയെ വരുന്ന മേഘം ആയി അവർ കണ്ടു. മുസ്തഖ്ബിൽ, അത് എന്തിനു നേരെയാണ് വരുന്നത്? അത് മുന്നിട്ട് വരുന്നു. ഔദിയതിഹിം, അവരുടെ താഴ്വരകൾക്ക് അതിനു നേരെ അത് വരുന്നു. അങ്ങനെ വന്നപ്പോൾ ഖാലു, അവർ പറഞ്ഞു, ഹാദാ ആരിദുൻ, ഇതിതാ ഒരു മേഘമാണ്. മുംതിറുന, നമുക്ക് മഴ തരുന്ന മേഘമാണ്. കാരണം അവർ മഴ കാത്തിരിക്കുന്ന സമയത്തായിരുന്നു അത് വന്നത്. അവർ തിരക്ക് കൂട്ടിയിരുന്ന ശിക്ഷ ഒരു മേഘമായി അവരുടെ താഴ്വരക്ക് നേരെ വന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് മഴ തരുന്ന മേഘമാണിത്. അള്ളാഹു പറഞ്ഞു, ബൽ ഹുവ മസ്തഅജൽതും ബിഹ്, അല്ല, അത് നിങ്ങൾ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്ന കാര്യമാണ്. റീഹുൻ, അതൊരു കാറ്റാണ്. ഫീഹാ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണ് അതിലുള്ളത്. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ, തുദമ്മിർ, അത് നശിപ്പിക്കും. കുല്ല ശൈഇൻ, സകലതിനെയും. ബിഅംരി റബ്ബിഹാ, ആ കാറ്റിന്റെ, ആ ശിക്ഷയുടെ, അതിന്റെ റബ്ബായ അള്ളാഹുവിന്റെ കൽപ്പനയാൽ. ഫഅസ്ബഹൂ, അങ്ങനെ ആ കാറ്റ് വീശിയപ്പോൾ അവരായി തീർന്നു. ലാ യുറാ, കാണാനില്ല. ഇല്ലാ മസാകിനുഹും, അവർ താമസിച്ച ഇടങ്ങളല്ലാതെ അവരെ കാണാനില്ല. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, കദാലിക, അങ്ങനെയാണ്, നജ്സി, നാം പ്രതിഫലം നൽകുന്നത്, അൽ ഖൗമൽ മുജ്രിമീൻ, അക്രമികളായ ആളുകൾക്ക്. അള്ളാഹു പറയുന്നു, ആ ആളുകളെ നാം ശിക്ഷിച്ചത് ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, ആദ് സമുദായത്തെ നശിപ്പിച്ചത് കാറ്റുകൊണ്ടാണ്. വഅമ്മ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വഥമാനിയത അയ്യാമിൻ ഹുസൂമൻ ഫതറ القوم فيها صرعى كأنهم أعجاز نخل خاوية. അവരെ ഒരു കാറ്റുകൊണ്ട്, ഒരു കാറ്റിനെ അള്ളാഹു അവർക്ക് നേരെ അയച്ചു. 7 രാത്രിയും 8 പകലും അത് അടിച്ചു വീശി, നിരന്തരമായി ശക്തമായി അടിച്ചു വീശി.
ഫതറൽ ഖൗമ ഫീഹാ സറഅ, അങ്ങനെ ആ ജനതയെ നിനക്ക് കാണാം, അവർ മറിഞ്ഞു വീണതായി കാണാം. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, അവർ ഈത്തപ്പഴ തടികൾ പോലെയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യ സമുദായം നമ്മെ പോലെയല്ല, മറിച്ച് വലിയ പൊക്കമുണ്ടായിരുന്ന ആളുകളാണ്. മനുഷ്യർ വലിയ പൊക്കമുണ്ടായിരുന്നു, വലിയ ആയുസ്സും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അത് കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ഈ ഉമ്മത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഉയരം കുറവാണ്, ശരീരാകൃതി ചെറുതാണ്, അതുപോലെ നമ്മുടെ ആയുസ്സും കുറവാണ്. ബൈന സിത്തീന വസ്സബഈൻ, ശരാശരി 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അവർ വലിയ ഭീമാകാരന്മാരായ ആളുകളായിരുന്നു. ആ കാറ്റ് വന്നപ്പോൾ അവരിൽ ഓരോരുത്തരെയും അതിങ്ങനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ താഴേക്ക് വലിച്ചിടുകയാണ്. താഴേക്ക് പതിച്ച് അവരുടെ തല ഉടലിൽ നിന്ന് വേർപെടുകയാണ്. എന്നിട്ട് ഈത്തപ്പന തടികൾ പോലെ ആ വലിയ വിഭാകാരന്മാരായ ആളുകൾ കിടക്കുകയാണ്. നോക്കൂ, അള്ളാഹുവിന്റെ അദാബ് വന്നപ്പോൾ ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നിരുന്ന മനുഷ്യൻ എത്ര നിന്ദ്യനായിപ്പോയി. അവരെ എന്തിനു കൊള്ളും? ആരാണ് അവനെ രക്ഷിക്കുക? ആരാണ് അവനെ തണലൊരുക്കുക? ആരാണ് അവന് കാവലേക്കുക? നോക്കൂ, അള്ളാഹുവിന്റെ അദാബ് അത് പല രൂപത്തിലാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ നന്നായി പേടിക്കേണ്ടവനാണ് മുസ്ലിം. അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് നമുക്ക് നല്ല ഭയം വേണം. അതിനെക്കുറിച്ചൊരു നിസാരത നമുക്ക് പാടില്ല. അള്ളാഹു ദൃഷ്ടാന്തമായി അയക്കുന്ന, അവന്റെ ഖുദ്റത്ത് അറിയിക്കുന്ന അവന്റെ ആയത്തുകൾ അതിനെ കളിയാക്കി പറയുക, തമാശയാക്കുക എന്നത് പാടില്ലാത്തതാണ്. എത്രത്തോളം പല പണ്ഡിതന്മാരും ഖുർആനിലെ ആയത്തുകളെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞ ആയത്തുകൾ, അത് അള്ളാഹുവിന്റെ ഈ വക ആയത്തുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രകൃതിയിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അതിനെ പരിഹസിക്കുന്നതിനും അത് ബാധകമാണെന്ന് പറഞ്ഞത് കാണാം. അത് സഹോദരങ്ങളെ നമ്മളേറെ ശ്രദ്ധിക്കണം. നോക്കൂ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ, ഏറ്റവും അള്ളാഹുവിനോട് സൂക്ഷ്മത ഉണ്ടായിരുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അള്ളാഹുവിന്റെ ഇതുപോലുള്ള ആയത്തുകളോടുള്ള ദൃഷ്ടാന്തങ്ങളോടുള്ള അവിടുത്തെ നിലപാടെന്തായിരുന്നു? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തജ്മിഅൻ ളാഹികൻ ഹത്താ അറാ മിൻഹു ലഹവാതിഹ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വായ ഒന്നാകെ തുറന്ന് വായയുടെ ഉൾഭാഗം കാണുന്ന രൂപത്തിൽ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരാണ് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നമാ കാന യതബസ്സം, അവിടുന്ന് പുഞ്ചിരിക്കുകയായിരുന്നു പതിവ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ അണപ്പല്ല് കാണുക ചിരിച്ചു എന്ന് ഹദീസുകളിൽ പറഞ്ഞത് കാണാം. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചിരിക്കുന്നതെങ്കിൽ പിന്നെ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചിരിക്കുന്നതെങ്കിൽ അവിടുത്തേത് അധികവും പുഞ്ചിരിയായിരുന്നു. വകാന ഇദാ റആ ഗൈമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേഘം മൂടിയത് കണ്ടാൽ, ഔ റീഹൻ, കാറ്റടിക്കുന്നത് കണ്ടാൽ, ഉരിഫ ദാലിക ഫി വജ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് പ്രയാസം പ്രകടമാകും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഭയപ്പാട് മിന്നിമറിയും. അങ്ങനെ ഞാൻ ചോദിക്കും, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറന്നാസ ഇദാ റഅു അൽ ഗൈമ ഫരിഹു, ജനങ്ങൾ മേഘം കണ്ടാൽ സന്തോഷിക്കുന്നതാണല്ലോ ഞാൻ കാണുന്നത്. റജഅ യകൂന ഫീഹിൽ മതർ, മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട്. വഅറാക ഇദാ റഅയ്തഹു അറഫ്തു ഫീ വജ്ഹികൽ കറാഹിയ, താങ്കളുടെ മുഖത്താകട്ടെ മേഘം കണ്ടാൽ പ്രയാസമാണല്ലോ ഞാൻ കാണുന്നത്. ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ആയിഷ, ഓ ആയിഷ, മാ യുഅമ്മിനുനി ഔ മൻ യഅ്മനുനി അൻ യകൂന ഫീഹി അദാബ്, അതിലൊരു ശിക്ഷയില്ല, അദാബുണ്ടാവുകയില്ല എന്നെനിക്ക് ധൈര്യം തരാൻ ആരുണ്ട്? ആരാണ് എനിക്ക് ഉറപ്പ് തരിക? ഖദ് ഉദ്ദിബ ഖൗമുൻ ബിർരീഹ്, ഒരു ജനത കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വഖദ് റആ ഖൗമുൽ അദാബ്, ആ ജനത ശിക്ഷ കണ്ടു. ഫഖാലു, ശിക്ഷ കണ്ടപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഹാദാ ആരിദും മുംതിറുനാ, ഈ ആയത്തിലെ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുക. നമ്മളിപ്പോൾ ഈ ആയത്തിൽ ഹാദാ ആരിദും മുംതിറുനാ, ഇത് നമുക്ക് മഴ തരുന്ന മേഘമാണ് എന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേഘം മൂടിയാൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ, അള്ളാഹു ഇതിന്റെ ഷർറിൽ നിന്ന് എന്നെ കാക്കണമേ. മഴ പെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം പ്രസന്നമാകും. കാരണം എന്താണ്? അതൊരു ശിക്ഷയല്ല എന്ന് മനസ്സിലായി. മേഘം മൂടിയാൽ ചിന്തിച്ചു നോക്കൂ, അത് എത്ര ഒരു ആയത്താണത്. ഈ തെളിഞ്ഞ ആകാശം ഒരു മേഘം വന്ന് മൂടുകയാണ്.
ഇരുട്ടാവുകയാണ്, സൂര്യനെ കാണാനില്ല. എത്ര വലിയ ചിന്തിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ ദൃഷ്ടാന്തമുണ്ട്, അതിൽ എത്ര വലിയ തെളിവുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്ന അവനിൽ വിശ്വാസമുള്ള മുഅ്മിനുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രയാസപ്പെടുമായിരുന്നു. കാറ്റടിക്കുമ്പോൾ, കാറ്റ് ആഞ്ഞു വീശുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ഫീഹ വശർരി മാ ഉർസിലത് ബിഹി. പഠിച്ചിരിക്കേണ്ട ദുആണ് നമ്മൾ. അള്ളാഹുവെ, ഇതിന്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇതിനുള്ളിലുള്ള ഖൈറും, ഏതൊരു ഖൈറുമായിട്ടാണോ ഇത് അയക്കപ്പെട്ടത് ആ ഖൈറും. അള്ളാഹുവെ, ഇതിന്റെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഇതിനുള്ളിൽ എന്ത് ഷർറാണോ ഉള്ളത് അതിൽ നിന്നും, ഇതേതൊരു ഷർറുമായാണ് അയക്കപ്പെട്ടത് അതിൽ നിന്നും. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, അടുത്ത വർഷങ്ങളായി എത്ര എത്ര ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മൾ കേട്ടു, നമ്മളിൽ പലരും അനുഭവിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭയപ്പെടേണ്ടതുണ്ട്. എന്നാൽ ആളുകളുടെ സ്ഥിതി എന്താണ്? അതും ആളുകൾക്ക് തമാശയാണ്, അതും ആളുകൾക്ക് പുതിയ തമാശകൾ ഉണ്ടാക്കാനുള്ള വിഷയങ്ങളാണ്, ജനങ്ങളെ ചിരിപ്പിക്കാൻ. ഇത് സഹോദരങ്ങൾ എന്നാണ് അവസാനിക്കുക? മലക്കുൽ മൗത്തിനെ കണ്ടാലോ, അല്ലാഹുവിന്റെ മുന്നിൽ നീ ചെന്ന് നിൽക്കുന്ന നേരത്തോ എപ്പോഴാണ് നിന്റെ ഈ കളിതമാശകൾ അവസാനിക്കുക? എന്നാണ് ജീവിതത്തെ നീ ഗൗരവമായി കാണുക? എന്നാണ് അള്ളാഹുവിനെ അനുസരിക്കാൻ പോകുന്നത്? എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാനും അവൻ വിലക്കിയ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും പോകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തുകളിൽ യഥാവിധി വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അവൻ അനുസരിക്കുന്ന മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.